ഏഷ്യയിലെ ഏറ്റവും വലിയ കാൽനട തീർത്ഥയാത്രയായിട്ടുള്ള മഞ്ഞിനിക്കര കാൽനട തീർത്ഥയാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പത്തനംതിട്ട ജില്ലയില് ഓമല്ലൂരിൽ മഞ്ഞിനിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധനായ ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയുടെ കബറിടത്തിലേക്കാണ് നമ്മൾ കാൽനടയായിട്ട് പോകുന്നത്. ആഗോള സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമ അധ്യക്ഷനായിരുന്നു പരിശുദ്ധനായ ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ. കോതമംഗലത്തെ പരിസരത്തെ പള്ളികളിൽ നിന്ന് കാൽനടയായോ അതല്ലാതെയോ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഒന്നിച്ചാണ് കാൽനട തുടങ്ങുന്നത്. അതുകൂടാതെ തന്നെ ഹൈറേഞ്ചിൽ നിന്നും കണ്ണൂർ കാസർഗോഡ് ഭാഗത്തു നിന്നും കാൽനട ആരംഭിക്കുന്നുണ്ട് കേട്ടോ. കാൽനട തുടങ്ങി നമ്മളിപ്പോൾ ബെസോയിലോസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഇടതുവശം നിൽക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് അവിടുത്തെ നഴ്സുമാരോ നഴ്സിംഗ് സ്റ്റുഡൻസും ആണ്. അവർ നമ്മളെ സ്വീകരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ സമയം നിലവിൽ രാവിലെ 6:15 6:15 നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി പതിയെ നടന്നു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് പോകുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഗ്യാപ്പ് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വെയിൽ കൂടും. വെയിൽ കൂടിക്കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൂട്ടമായിട്ടല്ല പോകുന്നത്, ഗ്യാപ്പിട്ടാണ് പോകുന്നത്. ഇവിടെ കാപ്പിയും പലഹാരമൊക്കെ നേർച്ചയായിട്ട് നൽകുന്നത് കോതമംഗലം മൗണ്ട് സീന അരമനയിലെ ആളുകളാണ്. നമ്മൾ ഏകദേശം 7:30-8 മണിയോടുകൂടി കറുകടൻ ചാപ്പലിൽ എത്താറായി. കറുകടൻ ചാപ്പലിലാണ് നടന്നു വരുന്നവർക്കായിട്ടുള്ള കഞ്ഞി ക്രമീകരിച്ചിരിക്കുന്നത്. ഇതാണ് കറുകടൻ ചാപ്പല്. കറുകടൻ ചാപ്പലിൽ എത്തി നമ്മൾ കഞ്ഞി കുടിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഇവിടുന്ന് വീണ്ടും യാത്ര ആരംഭിക്കുന്നത്. ഏറ്റവും വലിയ അനുഗ്രഹം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ നല്ല രീതിയിൽ വെയിലും ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ചൂടത്ത് നടക്കുമ്പോൾ ഓരോ പള്ളിയിലുള്ളവരോ അല്ലെങ്കിൽ പള്ളിക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ, അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു നാട്ടിലെ കൂട്ടം ചേർന്നിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ആളുകളൊക്കെ ചേർന്നിട്ട് അവർ വീടിൻ്റെ പുറത്ത് വെള്ളം, ജ്യൂസ്, ബിസ്ക്കറ്റ്, ഓറഞ്ച്, ആപ്പിൾ അതേ കൂട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേർച്ചയായിട്ട് നൽകും. അത് നേർച്ചയായിട്ട് നൽകുമ്പോൾ ആക്ച്വലി നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്, ഭയങ്കരമായിട്ട് എനർജറ്റിക് ആവും. നമ്മൾ നല്ല രീതിയിൽ വിശന്നും ദാഹിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും. ആ സമയത്താണ് നമുക്ക് വെള്ളവും ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ പോലത്തെ കാര്യങ്ങൾ നമുക്ക് നേർച്ചയായിട്ട് കിട്ടുന്നത്. ഈ ഇടതുവശത്ത് കാണുന്ന ഫസ്റ്റ് എയ്ഡ് വണ്ടി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാല് നടന്ന് പാടില്ലാണ്ടാകുമ്പോൾ എന്തെങ്കിലും വേദന എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മസിൽ കയറുകയോ ചെയ്താൽ ഒരു ഫസ്റ്റ് എയ്ഡിന് വേണ്ടിയിട്ടാണ് അവർ പല പള്ളികളിൽ നിന്നുമാണ് അവർ നേർച്ചയായിട്ട് ഈ പറയുന്ന പോലെ ഫസ്റ്റ് എയ്ഡ് വണ്ടികളിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ഫസ്റ്റ് എയ്ഡ് വണ്ടികളുണ്ട് കേട്ടോ. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നാലോ അല്ലെങ്കിൽ കാലുവേദന വന്നാലോ മസിലേറി പിടിച്ചാലോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും സർവ്വ കാര്യങ്ങൾക്കും റെഡി ആയിട്ടാണ് എല്ലാ ഫസ്റ്റ് എയ്ഡ് വണ്ടികളും നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിലവിൽ മൂവാറ്റുപുഴ എത്തി കേട്ടോ. മൂവാറ്റുപുഴ ഐസക്സ് മരിയയുടെ മുന്നിലെത്തി. നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കാറുള്ള ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കറുകടൻ ചാപ്പലിൽ നിന്ന് കഞ്ഞി കുടിച്ചതിന് ശേഷം പിന്നെ അവിടെ ഇരുന്നില്ല. മൂവാറ്റുപുഴയിൽ ഐസക് മരിയയുടെ അടുത്തൊരു മാളുണ്ട്. ആ മാളിൻ്റെ താഴെയാണ് നമ്മൾ സാധാരണ എല്ലാ വർഷവും ഇരിക്കാറ്. അപ്പോൾ അവിടെ ഇരിക്കാമെന്ന് ഓർത്താണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ഈ മാളിൻ്റെ ഫ്രണ്ടിലാണ് സ്ഥിരം ഇരിക്കാറ്. നമ്മുടെ കൂടെ വന്നവരൊക്കെ പുറകിലും മുന്നിലൊക്കെ ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് ഇവിടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ റെസ്റ്റ് എടുക്കാം. വിശാലമായിട്ടിരിക്കാൻ നല്ല സ്ഥലമുണ്ട്. എൻ്റെ പൊന്നെ, ആൾക്കാരൊക്കെ ഇങ്ങനെ വിട്ടായിട്ട് നടക്കണേ, കാരണം പലരും പല സ്ഥലത്തും വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണ് പലരെയും. നമ്മുടെ കൂടെ വന്നവർ നമ്മുടെ ബാക്കിലാണ്. അപ്പോൾ ഈ സ്ഥലത്താണ് നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കാറ്. അതാണ് നമ്മുടെ ഐസക് മരിയ. ഇതൊരു പൂട്ടിപ്പോയൊരു മാളായിരുന്നു. ഇത് താഴെ ഒരു സൂപ്പർ മാർക്കറ്റ് തുറന്നുണ്ട്. നമ്മുടെ കൂടെ എത്ര നേരം ഉണ്ടായിരുന്നു ചോദിച്ചേട്ടൻ നമ്മളെ കണ്ടില്ല എന്ന് തോന്നുന്നു. ചോദിച്ചേട്ടാ, ഓയ് എവിടെയെങ്കിലും റെസ്റ്റ് എടുത്തായിരുന്നോ? എവിടെയെങ്കിലും ഇരുന്നായിരുന്നോ? ഇല്ല, ഞാൻ അവിടെ ഫോൺ വന്നതാ. പോണാ? ബേസിൽ വണ്ടി പോയോ? അവരെവിടെയാ നോക്കട്ടെ. മറ്റേ നമ്മുടെ പ്രിയപ്പെട്ട രണ്ടുപേരെ കണ്ടുപിട്ടിട്ടുണ്ട്. അപ്പോസ് ഹായ്, ചായ കുടിച്ചോ? വെള്ളം എപ്പോഴാണ് തുടങ്ങിയത്? രാവിലെ 6 മണിക്ക്. നമ്മളിപ്പോൾ മാറാടി എത്താറായി. മാറാടി പള്ളിയുടെ തൊട്ട് മുന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. മാറാടിപ്പള്ളി എത്തുന്നതിന് മുന്നേ ഇതേക്കൂട്ട് ഒരു വീടുണ്ട്. ആ വീട്ടിലെ ചേച്ചിയും ചേട്ടനും മക്കളൊക്കെ കൂടി ചേർന്നിട്ട് നമുക്ക് നേർച്ചയായിട്ട് കരിക്ക് പറയുന്ന പോലെ കഞ്ഞി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നല്ല വെയിലത്ത് വന്നതിന് ശേഷം ഒരു കരിക്ക് കുടിച്ചപ്പോൾ നല്ല ആശ്വാസമാണ് കേട്ടോ. ആ കരിക്ക് കുടിച്ചതിന് ശേഷം നല്ല സൂപ്പർ കഞ്ഞി ഉണ്ടായിരുന്നു. ആ കഞ്ഞിയും കുടിച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും നടന്നു തുടങ്ങിയത്. ഹായ് ഹായ് ഹലോ ഹായ് ബ്രോ. അവനെവിടെയാ? നിങ്ങളെപ്പോഴാണ് എപ്പോ വന്നുള്ളോ? അതെ. നമ്മളിതാ ഇപ്പോൾ മാറാടിപ്പള്ളിയിലെത്തി. ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇവിടെ പൊതിച്ചോറുണ്ട്. ആ ഇടവകക്കാരോ നാട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ട് വച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്ന പൊതിച്ചോറ് നമ്മൾ നടന്ന് ചെല്ലുന്നവർ ആ പൊതിച്ചോറ് നമുക്ക് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അന്ന് ഭക്ഷണം കഴിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോൾ ഇതേക്കൂട്ടി ഇരുന്ന് പള്ളിയുടെ പരിസരത്ത് ഇരുന്നോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീടുകളിലോ വീട് മുറ്റത്തുകളിലൊക്കെ പോയി ഇരുന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറ്. ഇതുപോലെ എല്ലാ വീടുകളിലും ഗേറ്റും വാതിലൊക്കെ ഓപ്പൺ ആയിരിക്കും കേട്ടോ. അവരും നേർച്ചയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മളെ പൊതിച്ചോറ് കൊണ്ടോ അല്ലെങ്കിൽ ക്ഷീണമാകുമ്പോൾ ക്ഷീണം മാറ്റാൻ വേണ്ടിയൊക്കെ അവിടെയൊക്കെ പോയി ഇരുന്ന് വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മീൻകുന്ന് എത്തി കേട്ടോ. മൂവാറ്റുപുഴ കഴിഞ്ഞൊരു വലിയ കയറ്റമുണ്ട്, മീൻകുന്നം കയറ്റം. മീൻകുന്നം കത്തോലിക്ക പള്ളിയുടെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല വെയിലാണ്, എൻ്റെ പൊന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. പുകയുണ്ട്, നല്ല രീതിയിലുള്ള പോച്ചലുണ്ട്. ആൾക്കാർ അവിടെ ഇവിടേക്ക് നിന്നൊക്കെയാണ് വരുന്നത്. കാരണം ഒന്നാമത് കയറ്റമാണ് താനും, അതുപോലെ നല്ല വെയിലും ആയതുകൊണ്ട് സ്ഥലത്താണെങ്കിലും കടയുടെ സൈഡിലാണെങ്കിലും വീടിൻ്റെ സൈഡിലോ റോട്ടിലോ എവിടെയാണെങ്കിലും കയറിയിരിക്കും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ മീൻകുന്നം പള്ളി, കോതമംഗലം രൂപതയുടെ കീഴിലുള്ള മീൻകുന്നം പള്ളി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ബോട്ടിൽ വെള്ളമുണ്ട്, അതുപോലെ ഒരു ബോട്ടിൽ ജ്യൂസും ഉണ്ട്. ഈ ജ്യൂസ് കുടിക്കാണ്ടിരിക്കണേ ബെറ്റർ, വെള്ളം കുടിക്കണേ നല്ലത്. വെള്ളത്തിൽ കുറച്ച് ഗ്ലൂക്കോസ് പൊടിയൊക്കെ ഇട്ട് കുടിക്കണായിരിക്കും ബെറ്റർ. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ
മേ ബി നീർക്കെട്ട് കയറും. വെയിലല്ലേ, നല്ല വെയിലല്ലേ. തണുപ്പുള്ളത് മാക്സിമം ഒഴിവാക്കണതാണ് നല്ലത്, ബെറ്റർ. എപ്പോഴും ഇതിക്കടെ വണ്ടി പോണ്ട്, ഹെവി വണ്ടിയൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കൊണ്ട് നമ്മൾ നടക്കണം, സൈഡിൽ കൂടെ തന്നെ നടക്കണം. വണ്ടി ഒന്ന് നോക്കണം, ശ്രദ്ധിക്കണം. ഹൈവേ റോഡുമാണ്, അവിടെ നിന്ന് വരുമ്പോൾ നല്ല ഇറക്കമാണ്, ചീറിപ്പോഞ്ഞാണ് വണ്ടികളൊക്കെ വരുന്നത്. നല്ല രീതിയിൽ അണപ്പുണ്ട്. അണപ്പിൻ്റെ കാരണം കയറ്റം കേട്ടോ, നമ്മൾ നല്ല കയറ്റം കയറിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അണയ്ക്കണത്. നമ്മളിപ്പോൾ ആറൂർ പള്ളിയുടെ അടുത്തെത്തി, മുന്നിലെത്തി. ആറൂർ പള്ളിയാണിത്, നമ്മുടെ പള്ളിയായിരുന്നു, യാക്കോബായ സുറിയാനി സഭയുടെ പള്ളിയായിരുന്നത്. പിന്നീട് മെത്രാങ്കശി വിഭാഗം തട്ടിയെടുക്കുകയാണ് ചെയ്തത്. വൈകാതെ നമുക്ക് ഈ പള്ളി തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വീട്ടുകാർ നേർച്ച കാഴ്ചകളായിട്ട് ഇതേക്കൂട്ട് ജ്യൂസ്, തണ്ണിമത്തൻ, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി എല്ലാ കാര്യങ്ങളും നമുക്ക് നേർച്ചയായിട്ട് നൽകൂട്ടോ. നമുക്ക് ആക്ച്വലി ഭയങ്കര ആശ്വാസമാണ്. നല്ല വെയിലത്താണ് നടക്കുമ്പോൾ ഈ ചേട്ടൻ തന്ന നാരങ്ങ വെള്ളമൊക്കെയാണ്. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പച്ചവെള്ളം കിട്ടിയാൽ തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ, നമ്മൾ ഈ വെയിലത്ത് ഇങ്ങനെ നടക്കുമ്പോൾ. വെള്ളം മതി, വേണ്ട. ഒരു കുറച്ചുകൂടെ കഴിഞ്ഞ് ഒരു പള്ളിയുടെ പൂമുഖത്ത് ഒരു 15 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് എടുത്തിട്ടാട്ടോ വീണ്ടും നടന്നു തുടങ്ങിയത്. നമ്മൾ ചോരക്കുഴി പള്ളി എത്തി. ചോരക്കുഴി പള്ളിയുടെ തൊട്ട് മുമ്പ് സ്ഥിരമായിട്ട് എബിൻ ചേട്ടനും ഒക്കെ കിടക്കാറുള്ള അല്ലെങ്കിൽ വിശ്രമിക്കാറുള്ള ഒരു വീട്ടിലാണ് നമ്മൾ കുറച്ച് നേരം ഒരു 1.5 മണിക്കൂർ വിശ്രമിക്കാൻ വേണ്ടി വന്നതാണ്. അതിനുശേഷം നമ്മൾ നേരെ ഈ പറയുന്ന പോലെ ചോരക്കുഴി പള്ളിയിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ചോരക്കുഴി പള്ളിയുടെ എൻട്രി. ചോരക്കുഴി പള്ളിയിലേക്ക് ചെന്ന് അവിടെ കുറച്ച് നേരം വിശ്രമിച്ച് കുളിച്ച് റെഡി ആയിട്ട് പിന്നെ രാത്രിയാണ് വീണ്ടും നമ്മൾ നടത്തം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പരിസരത്തുള്ള വീടുകളിലും എല്ലാം അല്ലെങ്കിൽ അവിടെ പോയി റെസ്റ്റ് എടുത്ത് അവിടെ നിന്ന് കുളിച്ച് റെഡി ആയിട്ടാണ് നമ്മൾ വീണ്ടും രാത്രിയിൽ കാൽനട ആരംഭിക്കുന്നത്. ഇതും യാക്കോബായ സുറിയാനി സഭയിലെ കീഴിലുള്ള പള്ളിയായിരുന്നു. ഇതും മെത്രാങ്കശിക്കാർ തട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ അകത്ത് 400 ഇടവക്കാർ യാക്കോബായക്കാരും ഒരു 30ഓളം ഇടവക്കാർ താഴെ വരുന്ന വിഭാഗം മാത്രമാണ് ഈ ഓർത്തഡോക്സാർ അല്ലെങ്കിൽ മെത്രാങ്കശിക്കാരുള്ളൂ. ഈ ഒരു ഭാഗം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദൃശ്യം 2 സിനിമയിൽ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണ് ദൃശ്യം 2 സിനിമയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കെട്ടിയോളാണൻ്റെ മാലാക പോലെ നിരവധി ചിത്രങ്ങൾക്കും ഈ പള്ളി ലൊക്കേഷൻ ആയിട്ടുണ്ട്. മെത്രാങ്കശി വിഭാഗം നമ്മുടെ പള്ളി തട്ടിയെടുത്തതിന് ശേഷം താഴെ കാണുന്ന ഈ കുടിയിൽ നമ്മൾ ഷെഡിൽ പണിതേക്കുന്നതാണ് നമ്മുടെ പള്ളി എന്ന് പറയുന്നത്. മുകളിലായിരുന്നു നമ്മുടെ പള്ളി. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് താഴെ കാണുന്ന ഈ ഒരു ഷെഡിലാണ് നമ്മൾ കുർബാനയൊക്കെ അർപ്പിക്കുന്നത് കേട്ടോ. ഹലോ, ഇത് നമ്മുടെ എടവക പള്ളിയുടെ ഫസ്റ്റ് എയ്ഡ് വണ്ടി കേട്ടോ. അൺഎക്സ്പെക്ടഡ് എടുത്തേ. ഹായ്, ഹലോ. രഥം 2 രഥം വളരെ ചെലവ് ചെയ്ത് ഓടി പോകുമ്പോൾ അതിൻ്റെ പുറകിൽ ആരും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഒരു ശൂന്യത വരാറുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ 2 രഥം ഇട്ടിട്ട് ഒരു രഥത്തിൻ്റെ പുറകിൽ സ്ത്രീകളും അതിൻ്റെ 2ാമത്തെ രഥത്തിൻ്റെ പുറകിൽ സൗകര്യപ്രദമായ
സ്ഥലത്ത് നടന്നു പോകാനുള്ള അവസ്ഥയാണ്. എൻ്റെ നാട്ടിൽ ഞാൻ പറയാറില്ല. ഓരോരോ പള്ളികളിൽ നിന്ന് വന്നിരിക്കുന്ന രഥം നിലവിൽ നമ്മുടെ ചോരക്കുഴി പള്ളിയിൽ നിർത്തിയിട്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് അടുത്തുള്ള വീടുകളിൽ പോയി ഡ്രസ്സ് മാറാനും കുളിക്കാനൊക്കെ പറ്റിയ സൗകര്യങ്ങളുണ്ട്. ഈ വെള്ളം ഇവിടെ ചൂടാക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് നമ്മുടെ കാലിനൊക്കെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നീരൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ നമ്മൾ വെള്ളം മിക്സാക്കി പച്ചവെള്ളം മിക്സാക്കിയിട്ട് വലിയ ചൂട് കുറയാതെ നമ്മുടെ കാലിലേക്ക് ഒഴിക്കും. അപ്പോൾ നമ്മുടെ കാലിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കാലിലുള്ള നീര് കുറയും കേട്ടോ. അതുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ ചൂടൻ വെള്ളം യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നേരെ കഞ്ഞി കുടിക്കാനാണ് പോയേട്ടോ. കഞ്ഞി കുടിച്ചതിന് ശേഷം നമ്മൾ നടക്കുന്നത് നീലിമംഗലം പള്ളിയിലേക്കാണ്. കോട്ടയം നീലിമംഗലം പള്ളിയിലേക്കാണ് കഞ്ഞി കുടിച്ചതിന് ശേഷം നമ്മളൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നടക്കുന്നത്. ഈ വീടാണ് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ചോരക്കുഴി പള്ളിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ താമസിക്കാനും ഉദ്ദേശിച്ചത് കുളിക്കാനും ഫ്രഷ് ആവാനും അതിനുശേഷം റെസ്റ്റ് എടുക്കാനൊക്കെ വരുന്ന വീട് ഇതാണ് കേട്ടോ. നമ്മുടെ കൂടെ നടക്കുന്നത് ആ മുമ്പിൽ നിൽക്കുന്നത് തന്നെ ലീനാൻറ്റിയുടെ കസിൻ്റെ വീടാണത്. നമ്മൾ എല്ലാ കൊല്ലം വരുമ്പോൾ ഇവിടെയാണ് താമസിക്കാറ്. ദാണ്ടെ ഈ പോണ കേട്ടോ ഇവിടുത്തെ ആൻറ്റി പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥന കൂടാൻ വേണ്ടി പോണയാണ്. അകത്തെല്ലാവരും നടന്ന് ക്ഷീണിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. കുളിച്ച് ഫ്രഷായിട്ട് ഉറങ്ങുന്നവരുണ്ട്, അതല്ലാണ്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഒരു 5 മണിക്കൊക്കെ ചോരക്കുഴി പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് നമ്മൾ ഇവിടുന്ന് വീണ്ടും നടന്ന് തുടങ്ങുന്നത് കേട്ടോ. ഇല്ല, ഞാനത് വേറെ നമ്മൾ ഏകദേശം ഒരു 7 മണി ആയപ്പോഴത്തേനും നടന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ. നമ്മൾ നടന്ന് മുന്നോട്ട് പോരുമ്പോൾ നമുക്ക് അടിപൊളി നല്ല ടേസ്റ്റുള്ള പുഴുങ്ങിയ കപ്പയും നല്ല അടിപൊളി അച്ചാർ ചമ്മന്തി തന്നെ വേണം പറയാൻ. അതുപോലെ അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ട്, ചമ്മന്തിയുടെ ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു ഭക്ഷണമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഹായ് തന്നെ ഉള്ളോ? അവരെന്തേ? ഹായ് എപ്പറ അവിടെ ചേച്ചിയൊക്കെ പറയുന്നുണ്ട്. ഈ ചമ്മന്തിക്ക് അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ നമുക്ക് 2-3 തവണ കൂട്ടാൻ തോന്നും. അതുപോലെ ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ മുന്നോട്ട് നടക്കും കേട്ടോ. നമുക്ക് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടും, വെള്ളം കിട്ടും, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നിൽ നേർച്ചയായിട്ട് ആളുകൾ തരും കേട്ടോ. എല്ലാ ഭാഗത്തും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടക്കുമ്പോൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ലോ ആയിപ്പോൾ. അപ്പം നമ്മൾ ചില ഭാഗത്ത് മാത്രമാണ് വീഡിയോ എടുക്കുന്നുള്ളൂ, കണ്ടിന്യൂസ്ലി വീഡിയോ എടുക്കുന്നില്ല. ഓരോരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ പള്ളികളോ അല്ലെങ്കിൽ ഇരിക്കുന്ന ഭാഗം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും വീഡിയോ എടുക്കാറ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കുറവിലങ്ങാട് പള്ളിയുടെ മുന്നിലാണ്. അവിടെ ഒരു കടയുടെ ഇറയാത്താണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. രാത്രി നമ്മൾ പിന്നീട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ കോട്ടയം വലിയ പള്ളിയിലാണ് വന്ന് കിടന്നത് കേട്ടോ. നമ്മൾ രാത്രി വന്ന് കിടത്തപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മുടെ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ഇറന്നപ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.